Hey guys, welcome back to our channel. ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. രുദ്ര, ഋഷി പ്ലീസ് എടി, ഇനിയെങ്കിലും എന്നെ വിട്ട് പോവല്ലേ. ചേടാ, ഇവൻ ഇപ്പോഴും ഉറക്കപ്പിച്ചിൽ തന്നെയാണല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ആരെങ്കിലും ഇങ്ങനെ നിക്കണ കണ്ടല്ലോ. ഋഷി, എന്താടി ചക്കരെ? എനിക്കറിയാം ഇത് സ്വപ്നാണ്. എന്നിരുന്നാലും സ്വപ്നത്തിലെങ്കിലും ഒരു 2 മിനിറ്റ് എന്റെ അരികിൽ ഇരുന്നൂടെ? ഇവനെന്താ പറ്റി? അല്ല, ഉറങ്ങിയ ആൾക്കാർക്ക് ഇങ്ങനെ കിളി പോവോ? ബേബ്, ഉറക്കപ്പിച്ചാലും ഇത് മറന്നിട്ടില്ല. ബേബി, ഇവന് ശരിക്കും ഇതെന്താ പറ്റിയേ? മണിക്കുട്ടൻ ചേട്ടനും ഗോതമ്പ്രോയും പറഞ്ഞത് കാര്യാ. ഇവനെ കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോ ലവ് ഫെയിലിയർ ആയതുകൊണ്ട് പിരിയാനായിഞ്ഞോ? മോളെ, നീ ഇപ്പൊ ദേഷ്യപ്പെടേണ്ട സമയമല്ല. നിന്നെ കാരണം ഇത്രയും പ്രശ്നം വന്നേ. അപ്പം നീ വേണം എല്ലാം സോൾവ് ചെയ്യാനേ. ആദ്യം അവനെ ഇത് സ്വപ്നമല്ലെന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. അതാ ഫസ്റ്റ് ചെയ്യേണ്ടത്. ബേബി, ഋഷി മോനെ, ഒന്ന് കണ്ണു തുറന്ന് നോക്കിയേ. ഞാൻ എപ്പോഴോ കണ്ണു തുറന്നതാ. ഇനി നീ വേണം കണ്ണു തുറക്കാൻ. ഞാൻ കണ്ണു തുറക്കാനോ? ഞാൻ ഇനി അങ്ങോട്ട് തുറക്കാനാ? കണ്ണുറന്ന് ഒന്ന് നോക്ക് ബേബി. ഞാൻ നിന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന്. എന്റെ പൊന്നോ ഋഷി, ഇങ്ങോട്ടൊക്കെ. ഇതേ സ്വപ്നമല്ല, ഇത് റിയലാ. റിയല്. ഞാന് റിയൽ ഉണ്ണിമോളാ. അതൊന്ന് നീ കണ്ണു തുറന്ന് നോക്ക്. വേണ്ട, ഞാൻ കണ്ണു തുറന്ന് നോക്കിയാ എന്റെ അടുത്ത് മറഞ്ഞു പോവാനല്ലേ. മറഞ്ഞു പോന്നോ? മറഞ്ഞു പോ. ഞാനെന്താ മായാവിയോ? എന്റെ അമ്മോ, ഉറങ്ങിയാല് ഇങ്ങനെ ഭ്രാന്ത് വരുമോ? ഋഷി നോക്ക്, ഞാന് ഉണ്ണിമോളാ. റിയൽ ആയിട്ടുള്ള ഉണ്ണിമോള്. എന്റെ ആ 2 കണ്ണും തുറന്നേ, ഒന്ന് നോക്ക്. ഇല്ല, ഞാൻ കണ്ണൊന്ന് നോക്കിയാ നീ പോവും. ഇവനോട് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. വിടടാ. എന്നിട്ട് ആ 2 ഉണ്ട കണ്ണൊന്ന് തുറന്ന് നോക്ക്. രുദ്ര, എന്തേ ഉറക്കൊക്കെ തെളിഞ്ഞോ? അപ്പോ ഇത് സ്വപ്നല്ലേ? ഋഷി, നീ എന്ത് പണിയെ കാണിച്ചേ? അപ്പൊ നീ പറഞ്ഞ ഒരു പിച്ചും അവള് കേട്ട് കാണൂലേ? ഇനിയിപ്പോ ഞാൻ എങ്ങനെയാ? എന്തേ ഇനിയും ഒക്കെ ശരിയായില്ലേ? അത് പിന്നെ എന്റെ അമ്മോ, എന്നാലും ഉറക്കത്തിൽ നടക്കുന്നവരെ കണ്ടിട്ടുണ്ട്, ചിരിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. ഉറങ്ങി എണീച്ചാ ഇങ്ങനെ കിളി പോണ ഒരാളെ ആദ്യമായിട്ടാ കാണുന്നേ. അയ്യോ, അത് പിന്നെ അതിന് സാധാ ഉറക്കാണോ ഞാൻ ഉറങ്ങിയേ? 7 ആകാശം 7 ഭൂമി 7 പാതാളം വരെ കഴിഞ്ഞുള്ള ഉറക്കായിരുന്നില്ലേ? എന്നാൽ ഋഷി, നിന്നെ കൊണ്ട് എങ്ങനെയാടാ ഇതൊക്കെ സാധിച്ചേ? ഞാൻ ഡ്രിങ്ക് ചെയ്ത കാര്യങ്ങാനും ഇവൾ അറിഞ്ഞ മൊത്തത്തിൽ എന്റെ ഇമേജ് പോവും. പിന്നെ ഇപ്പൊ സംസാരിക്കുന്നത് പോലും ഇനി ഉണ്ടാവത്തില്ല. അത് പിന്നെ ഇന്നലെ രാത്രി നേരെ വൈകിട്ട് ഉറങ്ങിയേ. അതാ, വേറൊന്നല്ല. അതെന്തെങ്കിലും ആവട്ടെ. ഞാനിപ്പോ വന്നത് അത് ഞങ്ങളെല്ലാരും കൂടെ ഇവിടുത്തെ കുടുംബക്ഷേത്രത്തിൽ വന്നതായിരുന്നു. വന്നോടത്ത് നിന്നെ കണ്ടില്ലല്ലോ. അതാ എന്ത് പറ്റിയെന്ന് നോക്കാൻ. അത് കരുതി നീ വേറൊരൊന്നും ചിന്തിച്ചു കൂട്ടണ്ട. അത് പിന്നെ എല്ലാരും ഉണ്ടല്ലോ, നിന്നെ കണ്ടില്ലല്ലോ. ഒന്നും അല്ലെങ്കിലും നമ്മള് ഒരേ കോളേജില് 2 കൊല്ലായിട്ട് പഠിക്കുമല്ലേ. അപ്പൊ പോരാത്തതിന് എന്റെ പൈങ്കിളിന്റെ ചേട്ടനും. അപ്പൊ പിന്നെ ആ ഒരു ചുരുക്കി പറഞ്ഞ ചത്താലും സമ്മതിക്കത്തില്ലെന്ന്. അവളെങ്ങനെ സമ്മതിക്കാനാ? അവളെ മനസ്സില് ഞാനല്ലല്ലോ, അലക്സ് അല്ലേ? ഹലോ, എന്താ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സോൺ ഔട്ട് ആവുന്നേ? ഹേയ്, ഒന്നുമില്ല. എന്തായാലും വന്നല്ലോ, കണ്ടല്ലോ, ഞാന് ഓക്കെയാ. എന്നാ നീ ചെല്ലേ. അല്ല, അപ്പൊ നീ വരുന്നില്ലേ? ഋഷി, അവള് നിന്നെ അപ്സെറ്റ് ചെയ്തില്ലെന്ന് പറഞ്ഞ് നിനക്ക് അവളെ എങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നത്? ഒന്നുമല്ലെങ്കിലും നിനക്ക് അവളെ അത്രത്തോളം ഇഷ്ടമില്ലായിരുന്നോടാ. അവള് അലക്സിനെ സ്നേഹിക്കണമെന്നുള്ള സത്യം അറിയുമ്പം കുറച്ച് വിഷമം ഉണ്ടാവും, ശരി. അത് കരുതി നീ ഇങ്ങനെ അവളെ ഇഗ്നോർ ചെയ്താ അതവക്ക് ഹേർട്ട് ആവത്തില്ലേ? നിന്റെ എമോഷണലൊക്കെ നീ എന്തിനാ അവളോട് കാണിക്കാൻ നിൽക്കുന്നേ? അവക്ക് ഒന്നും അറിയത്തില്ല. അവൾ ഇപ്പോഴും ജെന്യൂനാ. അവള് സ്നേഹിക്കുന്ന ഒരാൾക്ക് വേണ്ടിയല്ലേ നിന്നെ അവോയ്ഡ് ചെയ്യുന്നേ. അപ്പോ അവളെ ആ ഒരു സിൻസിയാരിറ്റി നീ മനസ്സിലാക്കണം. അല്ലാതെ ഇങ്ങനെ അവളോട് ദേഷ്യപ്പെടുക അല്ലെങ്കിൽ അവളെങ്ങനെ ഇഗ്നോർ ചെയ്തിട്ടും എന്താ കാര്യം? എങ്ങനെയാണെങ്കിലും അവള് നിന്റെ രുദ്രയാ. അവള് അപ്സെറ്റ് ചെയ്താലും ഇല്ലെങ്കിൽ ശരി, നിന്റെ മനസ്സിൽ അങ്ങനെ തന്നെയല്ലേ? വീണ്ടും
അത് നീ ചെല്ലേ, ഞാന് പിന്നെ വന്നോളാം. പിന്നെ വരാനോ? ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് നേരെ അമ്മായിന്റെ വീട്ടിലേക്ക് പോവാ. ആ നിങ്ങൾ ചെല്ലേ, ഞാന് കുറച്ച് കഴിഞ്ഞിട്ട് വരാം. എന്നാ ഓക്കെ. പിന്നൊരു കാര്യം. എന്താ? അത് അന്ന് കോളേജിൽ വെച്ച് സംസാരിച്ച കാര്യങ്ങളൊക്കെ ഞാൻ മറന്ന്, അതേപോലെ നീയും മറന്നേക്കേണ്ടേ. അതേപോലെ ഇപ്പൊ വീട്ടിലേക്ക് വരുമ്പം നീ പഴയ ഋഷിയായിട്ട് വേണം വരാനേ. അല്ലാതെ ഇന്നലെ നടന്ന കാര്യങ്ങളൊന്നും മനസ്സിൽ വെച്ച്. മനസ്സിലായി. അപ്പൊ ഓക്കെ, എന്നാ ഞാൻ പോട്ടെ. പോകണ്ടെന്ന് പറഞ്ഞാ ഞാൻ പോട്ടെ. പുറത്തെല്ലാരും എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നീ മറക്കാണ്ട് വന്നേക്കേണ്ടേ. എന്നാ ഞാന് ചെല്ല്. என்னும் அருவியில் தினம் தினம் நானும் விழுந்தேனே. நிலவே உன் நிழலினை தொடர்ந்திட நானும் விழைந்தேனே. ஏன் என்னை பிரிந்தாய் உயிரே உயிரே, காதலை எரித்தாய் என் அழகே. ஏன் என்னை മോളെ, നീ എന്തായി കാണിക്കുന്നേ? നീ ഇപ്പൊ എന്തിനാ ഇങ്ങനെ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നേ? വന്ന കാര്യം കഴിഞ്ഞല്ലോ, നീ ചെല്ല്. എന്നാ ചെല്ല്. അമ്മേ, പിള്ളേർ എത്തിക്കോളും. അപ്പത്തേക്കും ഒരു ഗ്ലാസ് ചായ എങ്കിലും കുടിക്കാമേ. കാലത്ത് മുതൽ ഒന്നും കഴിച്ചില്ലല്ലോ. വേണ്ട രമ്യേ, അവര് വരട്ടെ. അവര് വന്നിട്ടെ ഞാൻ കുടിച്ചോളാം. നീ അവരോടെ എളുപ്പം വരാൻ പറ. എന്നാ അമ്മ ഇവിടെ ഇരിക്കേ, ഞാനേ ആ ഫോൺ എടുത്ത് ഒന്നും കൂടി ഒന്ന് വിളിച്ചു നോക്കട്ടെ. എവിടെ എത്തിയെങ്കിൽ അറിയാലോ. ആ പോയി വിളിച്ചു നോക്ക്. എളുപ്പം അവരോട് വരാൻ പറയുകേട്ടാ. ആ ശരി അമ്മേ, ദേ ഇപ്പൊ വിളിക്കാം. അല്ല, ഈ ഡ്രസ് മാറാൻ പോയ ആൾക്കാരെ ഇത്രയായിട്ടും കണ്ടില്ലല്ലോ. ആക്കം പോലെ വന്നോട്ടെ, എനിക്ക് എന്ത് തിരക്ക്. ഇന്നത്തെ ഒരു ദിവസം ഫുള്ളും ഞാൻ എന്റെ കാന്താന്റെ കൂടെ തന്നെ ആയിരിക്കും. അല്ല, ഇവളെവിടെ? വിളിച്ചിട്ട് എത്ര നേരായി? അവള് വരുന്നുണ്ട്. അല്ലടി, നിന്നെ വിളിച്ചിട്ട് എത്ര നേരായി? എന്തെത്ര വൈകിയേ? ഫോണും നല്ല ബിസി, വിളിച്ചിട്ട് കിട്ടുന്ന പോലുമില്ല. അല്ല, അങ്ങനെ ആരോടാ സംസാരിച്ചോണ്ടിരിക്കുന്നേ? ഈയിടെയായിട്ടെ എന്റെ ഫ്രണ്ടിന്റെ നോട്ട്സ് ചോദിക്കൽ ലേസം കൂടുന്നുണ്ട്. അതൊക്കെ പഠിക്കുന്ന പിള്ളേരെ കാര്യല്ലേ. ദേ, ഞാനിപ്പോ വിളിച്ചത് വേറൊന്നല്ല. അത് പിന്നെ ഉണ്ണിമോളും തമ്പുരും വീണൊക്കെ മാറ്റി കഴിഞ്ഞെങ്കിലേ അവരോട് വരാൻ വേണ്ടി പറയും. ഹേയ് അല്ല, അത് പിന്നെ അച്ഛമ്മന്റെ അവിടേക്ക് പോവാനാ. നമ്മൾ അച്ഛമ്മന്റെ അടുത്തേക്ക്. നീ ഇപ്പൊ ഒന്ന് പറയണ കേക്ക്. അവര് റെഡി ആയിട്ടുണ്ടെങ്കിൽ വേഗം വരാൻ പറയും. കാരണം അമ്മ ഇപ്പൊ വിളിച്ചതേ ഉള്ളൂ. അമ്മയും നന്ദിനി ആന്റിയും കൂടിയേ അമ്മമ്മന്റെ അവിടേക്ക്, അതായത് തറവാട്ടിലേക്ക് പോയതാന്ന്. വരാൻ വൈകിട്ടാവുന്ന്. അതുകൊണ്ടാ നമ്മളോട് പോവാൻ വേണ്ടി പറഞ്ഞേ. നീ അവരും കൂട്ടി വാ, നമുക്ക് പോവാം. അത് പിന്നെ എല്ലാവർക്കും കൂടെ ബൈക്കിൽ പോവാം. ഒരു ബൈക്കിലല്ല, കൂടെ ഗൗതമും ഋഷിയും കൂടെ വരുന്നുണ്ട്. അതുകൊണ്ട് നീ ഇപ്പൊ സംസാരിച്ച സമയം കളയല്ലേ, അവരോട് എളുപ്പം വരാൻ വേണ്ടി പറയേ. എന്നാ വേഗം ചെല്ലാൻ നോക്ക്, ഞങ്ങള് ബൈക്കായിട്ട് അങ്ങോട്ടേക്ക് വരാം. 5 minutes later. അതന്നെ, എത്ര നേരം വെച്ചിങ്ങനെ നിക്കാനാ? ബാക്കിയുള്ള വണ്ടിക്കാർക്കൊന്ന് പോണ്ടേ? അല്ല, ഇങ്ങനെ നിന്നോണ്ടിരിക്കാനാണോ പ്ലാന്? വണ്ടിയിൽ കേറ്. ആരോട്? ഏത് വണ്ടിയിൽ കേറാൻ? ഇവിടെ 3 വണ്ടിയും 4 ആൾക്കാരുണ്ട്. എങ്ങനെ കേറാനാ? കാലോണ്ട്. ഓ, അതല്ല പറഞ്ഞത്. ഇവിടെ ഞങ്ങൾ 4 പേരുണ്ടല്ലോ. 3 വണ്ടിയല്ലേ ഉള്ളൂ. അപ്പൊ ഒരു വണ്ടിയില് 2 ആള് കേറേണ്ടി വരുമല്ലോ. അത് ആര് എങ്ങനെ കേറുന്ന? ആ, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലേ. ഒരു കാര്യം ചെയ്യാം, പൈങ്കിളിയും തമ്പുരും എന്റെ വണ്ടി കയറിക്കോട്ടെ.
ബാക്കിയുള്ളവരും ഇല്ലേ, അവരെ വണ്ടി കയറണം. ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെ ആവൂടെ? ഞാനോ? ആ അതാ നല്ലത്. ഉണ്ണിമോളെ, നീ ഋഷിന്റെ ബൈക്കിൽ കയറിക്കോ. അവന്റെ ഡബിൾസ് വെക്കാൻ കഴിയത്തില്ല, ഒരാൾക്കേ കയറാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നീ അതിൽ കയറിക്കോ. ഞാനോ? അതൊന്നും വേണ്ട പൈങ്കിളി, നീ പോരെ. ആയിട്ടുള്ള ബൈക്കില് കേറാത്ത മുതലും. എനിക്ക് നന്നായിട്ട് അറിയാം നീ എന്തിനാ ഈ വക പ്ലാനൊക്കെ ഇടുന്നത്. നിന്റെ പ്ലാൻ ഒന്നേ ഇനി നടക്കാൻ പോണില്ല കേട്ടാ. ഈ കാര്യത്തില് നിന്റെ ലൈഫ് മാത്രമല്ല, ബാക്കി 2 പേർ ലൈഫും കൂടെ അടങ്ങിയിട്ടുണ്ട്. അതൊന്നും നീ ചിന്തിക്കാത്തെ. 2 പേർ ലൈഫ് അടങ്ങിയിരിക്കേ? അല്ല, നീ ഇപ്പൊ ഗൗതം ബ്രോന്റെ ബൈക്കിലേക്ക് പിന്നെ ആരുടെ ബൈക്കിൽ കയറും? അത് ഒന്നെങ്കിൽ മണിക്കുട്ടൻ ചേട്ടന്റെ അല്ലെങ്കിൽ ഋഷിന്റെ. അപ്പൊ പിന്നെ ഉണ്ണിമോൾ ഋഷിയും എങ്ങനെ ഒന്നിക്കാനാ? അത് നിനക്ക് അവരെ ഒന്നിക്കണമെന്നല്ലേ? അതുകൊണ്ടാ പറയുന്നേ, നീ ഇപ്പൊ ഋഷിന്റെ ബൈക്കിൽ കയറി കഴിഞ്ഞാൽ അതെങ്ങനെ നടക്കും? എന്നാ പിന്നെ ഞാൻ മണിക്കുട്ടൻ ചേട്ടന്റെ ബൈക്കിൽ കയറാം. അപ്പൊ നിനക്ക് ചേട്ടനെ വേണ്ടി ഒന്നിക്കണ്ടേ? ഒന്നിക്കണം. അപ്പൊ നീ അങ്ങോട്ട് കയറിയാലെങ്ങനെ? ചെക്ക് വെച്ച് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റത്തില്ല. നേരെ മാമന്റെ അടുത്തേക്ക് തന്നെ. ഇങ്ങനെ നാലാഭാഗം എന്നെ വളഞ്ഞിട്ടല്ലേ? എനിക്ക് അവന്റെ കൂടെ ബൈക്കിൽ വരണ്ട. അത് അത്രേ ഉള്ളൂ. ഞാൻ നടന്നു വന്നാൽ വരുന്നല്ലാതെ അവന്റെ ബൈക്കിലൊന്നും വരത്തില്ല. എന്നാ പിന്നെ നടന്നങ്ങ് പോരെ. അങ്ങനെ പറഞ്ഞില്ലെങ്ങനെ ഞാൻ അങ്ങനെ അത്ര ദൂരം നടക്കാനാ? പറ്റില്ലല്ലോ. അപ്പൊ പറയുന്ന കേക്ക്. മര്യാദയ്ക്ക് ഗൗതം ബ്രോന്റെ ബൈക്കിൽ കയറി വരാൻ നോക്ക്. ഞാനും വീണേച്ചിയും ചേട്ടന്റെ ബൈക്കിൽ വന്നോളാം. ഉണ്ണിമോള് ഋഷിന്റെ ബൈക്കിൽ വന്നോളാം. മനസ്സിലായല്ലോ? അല്ല, എന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. ഞാനും ചേച്ചിയും കൂടെ മണിക്കുട്ടൻ ചേട്ടന്റെ ബൈക്കിൽ വരാം. നീ ഗൗതമിന്റെ ബൈക്കിൽ കയറിക്കോ. ഋഷിന്റെ കൂടെ ഉണ്ണിമോള് വരട്ടെ. അപ്പൊ സെറ്റ് ആയില്ലേ? അത് പിന്നെ ഇവളെ എനിക്ക് തന്നെ വളയാണല്ലോ. അത് പിന്നെ അതൊന്നും പറ്റത്തില്ല. എന്റെ ജിമിൻ അറിഞ്ഞാലേ വഴക്ക് പറയും. പിന്നെ ജിമിൻ ബ്രോനെ പറ്റി എനിക്ക് അറിഞ്ഞൂടെ? അതൊന്നും ഒന്നും പറയത്തില്ല. നീ വളവെടുക്കല്ലേ. അത് നീ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. അത് പിന്നെ എനിക്കങ്ങനെ എന്തേ ഗൗതമൻ നിന്റെ ബ്രദർ അല്ലേ? നിന്റെ ഗോതമ്പ് ബ്രോ. അപ്പൊ പിന്നെ ബൈക്കിൽ വന്നാലെന്ത്? ഒന്ന് വേഗം തീരുമാനാക്കേ. നല്ല മഴക്കാർ അറിയണ്ട്. പിന്നെ നനഞ്ഞു കുളിച്ചിട്ട് വേണം പോവാനേ. അതന്നെ, ഒന്ന് വേഗം നോക്ക്. ഇവര് തമ്മില് കുശു പറയാൻ തുടങ്ങിയിട്ട് കുറെ നേരമായല്ലോ. ഇവര് വരുന്ന മട്ടില്ല. എന്തപ്പ ചെയ്യാ? എന്തായി? തീരുമാനമായോ? എന്നാ എല്ലാരും വേഗം കേറാൻ നോക്ക്. രാജദ്രോഹി, നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ കാന്താരി. ചെല്ല് നിന്റെ ഗോതമ്പിന്റെ ബൈക്കിൽ കേറ്. ഇതിനൊക്കെ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടാ. നീ ഇപ്പൊ കേറാൻ നോക്ക്. നീ എന്താ നോക്കി നിൽക്കുന്നേ? ചെന്ന് വണ്ടി കേറ്. അത് ഇപ്പൊ ഒരുത്തിനായിട്ട് പഞ്ചായത്ത് തീർത്ത് വരുവാ. ഇനി എനിക്ക് തുടങ്ങാൻ വയ്യേ. നീ മര്യാദയ്ക്ക് പോയി വണ്ടി കേറാൻ നോക്ക്. ചെല്ല്. ഇവളൊരുത്തി. എന്നാച്ചല്ലോ, ഒരു ലോങ് ഡ്രൈവ് പോലാമാ? എന്നോടൊന്നും പറയിപ്പിക്കില്ലേ. കാഞ്ചനമാല മൊയ്തീനുള്ളതാണെങ്കിലേ ഈ കാന്താരി ഗോതമ്പിനുള്ളതാ. എങ്ങനെ പോയാ കാന്താരി എന്നുള്ള പേര് മാറി ആംഗ്രി ബേർഡ് എന്നാവേ? അത് പിന്നെ നീ
അതന്നെ, നീ വന്ന് കേറാൻ നോക്ക്. അയ്യോ വീണേച്ചി, എനിക്ക് നടുവിലിരിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ലെന്നേ. ബ്രേക്ക് പിടിക്കുമ്പേ രണ്ടുപേരും ടപ്പോ ടപ്പോ തന്നെ പിടിച്ചിരിക്കുമ്പേ എനിക്ക് അത് ഡിസ്കംഫർട്ട് ആവും. ആരോണ്ടേ ഞാൻ ബാക്കിലിരുന്നോളാം, ചേച്ചി നടുവിലിരിക്കേ. അയ്യോ അത് പിന്നെ ദേ അതൊന്നും വേണ്ട, മര്യാദയ്ക്ക് വന്ന് നടുവിലിരിക്കാൻ നോക്ക്. പൈങ്കിളി കളിക്കല്ലേ, അല്ലെങ്കിൽ തന്നെ ഒരുപാട് വൈകി. ഇങ്ങനെ രമ്മേണ്ടി നിർത്താണ്ട് വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് ഇള്ളി പിടിച്ചാലുണ്ടല്ലോ ഇറങ്ങി നാലെണ്ണം പൊട്ടിക്കും പറഞ്ഞേക്കാം. മര്യാദയ്ക്ക് കേറടി. ശരിയാവത്തില്ല, നീ ഇരിക്കുന്നേ. അയ്യോ അങ്ങനെയല്ല പെങ്കിളെ, അത് പിന്നെ എനിക്ക് വേണ്ടി എന്റെ വീണിച്ചത് ചെയ്യുന്ന എനിക്കറിയാം. പതപ്പിക്കുന്ന ഒരു അവാർഡ് കിട്ടുവാണെങ്കിൽ അതെന്തായാലും ഇവക്ക് തന്നെയായിരിക്കും. എന്തേലും കാട്ട്, ആരെങ്കിലും കേറ്, സമയം പോന്നെ.